ഹായ്, അപ്പോൾ ഇന്നൊരു ചെറിയ വ്ളോഗ്, വേറെ ഒന്നുമില്ല. നമ്മളൊരു സാധനം ഓർഡർ ചെയ്തു, ഹെഡ്സെറ്റ്. ഞാനിത് പറയാതെ സർപ്രൈസ് നമ്മൾ 2 ഹെഡ്സെറ്റ് വാങ്ങണം. കാരണം അണ്ണൻ്റെ ഹെഡ്സെറ്റ് ഒരു സൈഡ് പോയിട്ട് വർഷങ്ങളായി. എൻ്റെത് 5 മിനിറ്റ് പോലും ഇപ്പം നിൽക്കാനുള്ള ചാർജ് ചെയ്യണില്ല. അത് ഒരുമാതിരി പരിപാടിയായി പോയി. നമ്മളിപ്പം എന്താണ് ഒരു ഉദ്ദേശം, നമ്മളിപ്പം പൊട്ടിക്കാം. റിയൽമി ബഡ്സ് എയർ 7 Pro. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അത് ടെക്നിക്ക് ഒരുപാട് കുറച്ച് നാളായ 7-8 മാസം കൊണ്ടായതാണ് ഈ ഹെഡ്സെറ്റ്. അപ്പോൾ ഇതിൽ വരുന്ന എന്താ പറയുക, ഏവിയേഷൻ അലൂമിനിയം ഡിസൈൻ എന്ന് പറഞ്ഞാൽ അലൂമിനിയം ഫിനിഷാണ്, നല്ല മെറ്റൽ ഫിനിഷാണ്. ഞാൻ ആദ്യമാണ് മെറ്റൽ ഫിനിഷുള്ളൊരു ഹെഡ്സെറ്റ് കാണുന്നത്. പിന്നെ ഇതിൽ ഫീച്ചേഴ്സ് പറയണത് LHDC ആണ്, ഹൈ റെസൊല്യൂഷൻ, അതായത് എത്ര 11,000 ബിറ്റ് കേട്ടോ, അങ്ങനെ എനിക്ക് എക്സാക്ട്ലി അറിഞ്ഞു കേട്ടോ. അതായത് നമ്മൾ നല്ല ബിറ്റ് റേറ്റ് താങ്ങും. പിന്നെ AI നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയണത് അത് എത്രത്തോളം, ഇപ്പോൾ എല്ലാത്തിലും AI എന്ന് പറയുന്നുണ്ട്, അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ നല്ല ഈ കോളിങ്ങിന് നല്ല റിവ്യൂ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ ഒരുപാട് റിവ്യൂ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് 48 hours പ്ലേ ബാക്ക് ആണ്, IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്, ഡുവൽ ഡിവൈസ്. അതെല്ലാം മൾട്ടി കണക്ട് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എൻ്റെ മുമ്പ് അതായത് നമുക്ക് ഒരേ സമയം ലാപ്ടോപ്പും ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ രണ്ടും അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം ഏതിലാണോ ഇപ്പോൾ 2 ഫോണുണ്ടെങ്കിൽ 2 ഫോണിൽ കണക്ട് ചെയ്യാം. ഏതിലാണോ കോൾ വരുന്നത്, നമ്മളിപ്പോൾ ഒന്നിലും മീഡിയ യൂസ് ചെയ്തുകൊണ്ടിരുന്നാലും മറ്റേ കോൾ വരുമ്പോൾ അതിലോട്ട് തന്നെ സ്വിച്ച് ആയിക്കോളും. അതിന് വേണ്ടിയുള്ളതാണ് അത്. പക്ഷേ കുറച്ച് ചാർജ് പോകും. പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് 2 ഡ്രൈവാണ്, അതായത് 2 നമ്മളെ സ്പീക്കർ എന്ന് പറയില്ല, 2 ഡ്രൈവാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ വരുന്നത് 53 നോയ്സ് ക്യാൻസലേഷൻ. അത് നമുക്ക് ഇതൊക്കെ ടെക്നിക്കൽ ടൈമാണ്. 2 ഡ്രൈവാണ് വരുന്നത്, ഒന്ന് 11 ഇഞ്ചിൻ്റെ, ഒന്ന് 6 ഇഞ്ച്. എനിക്കൊന്ന് ബേസിനും ഒന്ന് ട്രാവലിനും വേണ്ടി മിഡ് ടോൺസിനും വേണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇതവിടെ കണ്ട് ബാക്കി പെട്ടി ഓപ്പൺ ചെയ്തില്ലല്ലോ. അൺബോക്സിങ്ങിലോ ഫുള്ള് അതൊരു ബോക്സ് വരുന്നുണ്ട് തന്നെയല്ലേ, അല്ല ഓക്കെ. നമുക്ക് ഇയർ ടിപ്സ് ഒരു 4, അതായത് 2 പെയർ ഇയർ ടിപ്പ് വേറെ സൈസ് വരുന്നുണ്ട്. നമുക്ക് നമ്മളെ കംഫർട്ടിനനുസരിച്ച് വയ്ക്കാം. എന്തൊക്കെ മീഡിയം തന്നെയാണ് മോസ്റ്റ്ലി വരുന്നത്. അത് കുറച്ച് കൊള്ളാമെന്ന് തോന്നുന്നു കേട്ടോ. ഇയർ ടിപ്പായാലും കുറച്ച് നല്ല ഇയർ ടിപ്പാണെന്ന് തോന്നുന്നു. ഫുൾട്ടുണ്ടെന്ന് തോന്നുന്നു. കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ്. പിന്നെ എല്ലാവരും തരുന്നൊരു സാധനമാണ് ഒരു ചെറിയ കേബിൾ ഇതിൻ്റെ അകത്ത് വെച്ചേക്കും. അത് അവരങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട് ചാർജിങ്ങിന്. ഇത് നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി ഒഴിവാക്കും. അത് തുറക്കുമ്പോൾ അതിലും പോകും, കാരണം ചുറ്റുമുള്ള എല്ലാത്തിലും കാണിക്കും. ഓക്കെ, അതിപ്പോൾ കണക്റ്റിംഗ് കൊടുക്കുകയാണ്. നമുക്കിതെടുത്തിട്ട് നേരത്തെ കാണിക്കാത്ത കാരണം അതിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇതിവിടെ നമുക്കൊരു ചാർജ് എപ്പോഴും കണ്ടിന്യൂസ് ചാർജ് ആവാതിരിക്കാൻ വേണ്ടിയാണ്, കാരണം ഒരു പാക്ക് ചെയ്ത് വയ്ക്കുമ്പോഴേ അതും കൂടെ ഉണ്ട്. കൂടുതൽ കണക്റ്റാണ് കാണിച്ചത്. അത് പീൽ ഓഫ് ചെയ്യാത്തതാണ്, ആക്ച്വലി ഇത് കണക്ട് ആയിക്കോളും. ഇപ്പോൾ റിയൽമി ബഡ്സ് എയർ 7 Pro എന്നാണ്, പക്ഷേ എൻ്റെ ഡിവൈസിൻ്റെ പേരും കൂടെ വെച്ച് തനിയെ അത് കണ്ടാക്കുന്നുണ്ട്. അബിൻസ് റിയൽമി ബഡ്സ് അല്ല, ചാർജ് കാര്യങ്ങൾ ഇതിൽ ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അതുകൊണ്ട് ഡീറ്റെയിൽസ് ഓരോന്നിൻ്റെയും ഹെഡ്സെറ്റിൻ്റെ ഇത് എല്ലാം കാണിക്കും ഇതിൽ. അപ്പോൾ അത് ആൾറെഡി കണക്ട് ആയിട്ടുണ്ട്, പക്ഷേ വൈറ്റ് ആയിട്ടുണ്ട് കാണിക്കുന്നത് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറുപുണ്ട് ഫേംവെയർ അപ്ഡേറ്റ് കിടക്കണം, അത് ചെയ്യാം, നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് വെളിയിൽ നിന്നുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ്. അത് പുറത്തുനിന്ന് നമ്മൾ കേൾക്കുന്ന സൗണ്ട് കട്ട് ചെയ്യണത്. അത് ഞാൻ എപ്പോഴും എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഓഫ് ചെയ്ത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം പുറത്ത് നമുക്ക് കിട്ടും. ഇതിൽ ഇക്വലൈസർ മോഡുണ്ട്, ഇക്വലൈസർ കസ്റ്റമൈസ് ചെയ്യാം, ഇങ്ങനെ കസ്റ്റം ചെയ്തെടുക്കാം. ക്ലിയർ ബാസ്, എനിക്ക് ഒറിജിനൽ സൗണ്ടാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും അതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യണത്. ക്ലിയർ ബാസ്, ഡീപ്പ് ബാസ് ഞാൻ ഉണ്ട്, വേണ്ട, എനിക്ക് ഒറിജിനൽ സൗണ്ട് കിട്ടിയാൽ മതി. പിന്നെ അതിൻ്റെ അത് ഹൈ ഡെഫിനിഷൻ ഓഡിയോ LHDC, അത് ഓണാക്കാനും ഓഫാക്കാനുള്ളത്. അത് ഓഫ് ഓൺ ആക്കുമ്പോഴത്തേക്കും എനിക്കാണ് ഇത് മൊത്തത്തിൽ റീബൂട്ടാവും, ഡിവൈസ് ഫുള്ള് റീബൂട്ടായി. ഓക്കെ, ഡൈനാമിക് ഓഡിയോ അതെന്താണെന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും. ഫ്രീക്വൻസി ഡൈനാമിക് ഓഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യും. ലോ, മിഡ്, ഹൈ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് അങ്ങനെ എന്തെങ്കിലും. പിന്നെ മിഡ് ഫ്ലോ, അത് നമുക്ക് മറ്റേ മൈൻഡ് ഫ്ലോ
ഉറങ്ങാനും ഇതൊക്കെ ഉള്ളത്. ഇതിപ്പം ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് ഹെഡ്സെറ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓണാവും. മെമ്മറി ഉള്ളതാണ്. അതായത് ഇപ്പോൾ ഇതെടുക്കുമ്പോൾ വീണ്ടും രണ്ടും എടുക്കുമ്പോൾ ചിലപ്പോൾ ഓക്കെ ഓഫ് തന്നെയാണ് എല്ലാത്തിലും. ഇതെനിക്ക് നോയ്സ് ക്യാൻസലേഷൻ ആണ്. രണ്ടെണ്ണം വയ്ക്കുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ആകും. ഫുള്ളി ഓഫ് ചെയ്യാനാണ് നല്ലത്. ഓക്കെ, എനിക്ക് നോർമൽ മോഡാണ് കൂടുതൽ ഇഷ്ടം. ഇന്നിയർ ഡിക്റ്റേഷൻ ഉണ്ട്. അതായത് നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പ്ലേയും പോസും ആവും. ഇന്നിയർ ഡിക്റ്റേഷൻ വരുന്നുണ്ട്, ഗെയിം മോഡ് വരുന്നുണ്ട്, പിന്നെ ബട്ടൺസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഡബിൾ ടാപ്പ് 3 കസ്റ്റമൈസേഷനാണ് വരുന്നത്. പിന്നെ ഡിവൈസ് ഡുവൽ കണക്ഷൻ അത് ഓൺ ആക്കിയിടാം. കാരണം എനിക്ക് ടാബിനോട് ചിലപ്പോൾ ഞാൻ കണക്ട് ചെയ്താറുണ്ട്. ഇപ്പോൾ തൽക്കാലം ഓഫ് ചെയ്യാം. ആട്ടോ ആൻസർ ഉണ്ട്. നമ്മൾ ഹെഡ്സെറ്റ് വെച്ചേക്കണമെങ്കിൽ കോൾ ഓട്ടോമാറ്റിക്കലി എടുക്കാം. പിന്നെ ഇയർ ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് വച്ചിട്ട് നമുക്ക് നമ്മളെ സെറ്റിനനുസരിച്ചുള്ള, അതായത് ഇയർ ഈ നോയ്സ് ക്യാൻസലേഷൻ വരുന്നതാണ്. വെളിയിൽ നിന്നുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഓരോ ഇയർ ടിപ്പ് മാറ്റിയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ് നമ്മളെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇയർ ടിപ്പ് ഫിറ്റാണോ എന്ന് ഇത് തന്നെ പറഞ്ഞു തരും. അത് കുറച്ച് നോയ്സ് പ്ലേ ചെയ്തിട്ട് സെറ്റ് ചെയ്യും. അതൊക്കെയാണ്. അതൊന്നും ഞാൻ പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യില്ല. വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. അതായത് അറ്റ്മോസ് ഫീച്ചർ പോലെ സ്പേഷ്യൽ ഓഡിയോ അവൈലബിൾ ആണ്. പിന്നെ ഗോൾഡൻ സൗണ്ട് എന്നും പറഞ്ഞ് ഇയർ കനാൽ സ്കാൻ, അതൊക്കെ ചുമ്മാ കുറേ AI ടെസ്റ്റിലാണ്. അതൊക്കെ ചെറിയ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം എൻ്റെ ഇരുന്ന ഇതിലും വരുന്നുണ്ട്. ഏതാണ് നത്തിങ്ങിൻ്റെ ഇതിലും വരുന്നുണ്ടായിരുന്നു ഇതൊക്കെ. ഞാനത് ഒരു തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ അതൊന്നും വലിയ ഹിയറിംഗ് ടെസ്റ്റൊക്കെയാണ്. ഹിയറിംഗ് ടെസ്റ്റ്, ഇയർ കനാൽ ടെസ്റ്റ് 2 ഹെഡ്സെറ്റ് വയ്ക്കാതെ വർക്ക് ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് അതിൽ ബേസിക്കലി വരുന്ന കാര്യം. ഇനി എനിക്കിത് അറിയേണ്ടത് നമുക്ക് കോളാണ്. നമുക്കിത് മെയിൻലി അറിയേണ്ട സാധനം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇടേണ്ട കാര്യം. ഞാൻ ഈ വോളിയത്തിലാണ് നേരത്തെ അന്ന് കോൾ വിളിച്ചത്. അത് ഞാൻ വളരെ പയ്യാണ് സംസാരിച്ചത്. ഈ സ്പീഡ് സൗണ്ട് ആണെങ്കിൽ ഞാൻ പറയണ കേൾക്കാവുന്നുണ്ടോ? അത് പറഞ്ഞൂടാ. ഞാൻ പറഞ്ഞത് അന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ മനസ്സിലാകുന്നതാ. ഇപ്പം പറയണത് ഇത്ര പയ്യ ഈ വോയിസ് ഇട്ടുകൊണ്ടാണ് ഞാൻ കോൾ ചെയ്തത്. അന്ന് എന്ത് തോന്നി? ഇപ്പൊ നീ പറയുന്നത് ക്ലിയർ ആവുന്നതിനെക്കാട്ടി നന്നായിട്ട് ഇത്രയും നോയ്സ് ഉണ്ടായിരുന്നു. ഇല്ല. നല്ല നോയ്സ് ഉണ്ടായിരുന്നു. സമാധാനം. ഇത്രയും വോയിസിൽ ഞാൻ കോൾ ചെയ്ത് നോക്കി. എങ്ങനെ ഉണ്ടായിരുന്നു? അത് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ 10% മാത്രമേ നമുക്ക് ഫോണിൽ കേൾക്കാൻ പറ്റൂ. ഞാൻ വളരെ പയ്യാണ് വോയിസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഞാൻ വളരെ പയ്യാണ് സംസാരിച്ചത്. അതായത് നീ ഇപ്പൊ ഇവിടെ സംസാരിച്ചില്ലേ, അതിനെക്കാട്ടി ക്ലിയർ ആയിട്ട് എനിക്ക് ഫോണിൽ കേൾക്കാൻ പറ്റും. എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ അതിന് വേണ്ടിയാണ് സത്യത്തിൽ. ബാക്കിയുള്ളത് ഈ ഫോൺ സൗണ്ട് ഒക്കെ ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നതേ ഉള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന ഹെഡ്സെറ്റ് ഇതാണ്. ഇത് ആൾമോസ്റ്റ് 10,000 വില വരുന്ന ഹെഡ്സെറ്റാണ്. നത്തിങ്ങിൻ്റെ ഇയർ 2 എന്ന് പറയുന്ന സാധനം. 1.5 വർഷമായോടെ എക്സ്റ്റൻഡ് വാറൻറ്റി ഉണ്ട്. അത് അവന്മാർ ഒരു കാര്യം പറഞ്ഞ് തരുന്നില്ല. ഞാൻ സമയത്ത് രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞു. ഇതിപ്പോഴും വർക്കിംഗ് ആണ്. പക്ഷേ റൈറ്റ് സൈഡ് 5 മിനിറ്റ് വർക്ക് ചെയ്യുന്നുള്ളൂ. റൈറ്റ് സൈഡ് 5 മിനിറ്റ് ചാർജ് ചെയ്യുന്നുള്ളൂ. ലെഫ്റ്റ് സൈഡ് ആൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഇപ്പോൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അരമണിക്കൂർ നിൽക്കുന്നില്ല, 20 മിനിറ്റ് ആ റേഞ്ചിൽ ഇപ്പം നിൽക്കുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഇതും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചിട്ട് ഏകദേശം ബാക്കിയൊക്കെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയൊക്കെ സൂപ്പറാണ്. ഞാൻ ഇന്നലെ കുറച്ച് ഞാൻ ഗെയിം കളിച്ചത് ഇത് വെച്ചാണ് കേട്ടോ. ആദ്യം അതിലൊക്കെ ഡിലേ ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. വയേർഡ് ഉപയോഗിക്കുന്ന ഏകദേശം അതേ ഒരു ഇതിൽ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇതും ഹൈറോസ് ആണ്. ഇത് LHDC അല്ല, LADC അങ്ങനെ എന്തോ ആണ്. പക്ഷേ അത് നല്ല ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി പടക കേൾക്കാനും. ഇതിൽ പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. അതായത് നമുക്ക് അറ്റ്മോസ് വീഡിയോസൊക്കെ നമുക്ക് ആ ഒരു ഫീലിൽ സ്പേഷ്യൽ ഓഡിയോ വരുന്നുണ്ട്. പിന്നെ ഇതിൽ AI ഫീച്ചേഴ്സൊക്കെ എന്താണെന്നും AI ട്രാൻസ്ലേഷൻ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഹിന്ദി സംസാരിച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് അത് AI ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ തരും. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ അതിനുള്ള AI ട്രാൻസ്ലേഷൻ ലൈവ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് വലിയ യൂസ് ഇല്ല. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ഒരു വീഡിയോ എല്ലാവരും ഒരുപാട് പേര് ചെയ്ത് കാണും. എന്തായാലും സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് ചെയ്ത് കാണും. ഇത് പെട്ടെന്ന് കണക്ട് ആയില്ലേ, വേറെ എന്തൊക്കെയോ കാണിക്കില്ല. അവരെ ആപ്പിൽ കൂടെ തന്നെ ഇത് ഡൗൺലോഡ് ആവുക, അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്നും പറഞ്ഞ് നീട്ടണല്ല. ഇതാണ് കാര്യം. ഇത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ചെയ്യാം. ഇനി പോരായ്മ ഒന്നുമില്ല, നല്ലതാണെങ്കിൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമന്റിലെങ്കിലും പിന്നെ വാങ്ങാനായിട്ടുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുക. അതിൽ നിന്ന് വേണമെങ്കിൽ കയറി വാങ്ങിച്ചോ. ഓക്കെ, എന്നുള്ളവർ ചെക്ക് ചെയ്യാം. ആവശ്യക്കാർക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. സീ യു.